ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. രാവിലെ എണീച്ച് ഫ്രഷെല്ലായി വെള്ളമെല്ലാം കുടിച്ച് ഞാൻ കുറച്ച് പുറത്തെല്ലാം നിന്ന് എന്നിട്ടെല്ലാണ് ഞാൻ നാസ്റ്റൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. നാസ്റ്റ് ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത്. പിന്നെ തിരക്ക് പിടിച്ച് നാസ്റ്റ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം രാവിലെ ആർക്കും പോകാനൊന്നുമില്ല. ഉപ്പ രാവിലെ പോയി, പിന്നെ ഞാനും അയാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാനൊരു 8 മണിയെല്ലായപ്പോഴാണ് നാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. പിന്നെ നാസ്റ്റ് എന്ന് പറയുന്നത് പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ പൊറോട്ട എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അതെങ്ങനെയാണെന്ന് കാണിക്കുന്നില്ല. അതിനുള്ള മാവ് ഞാൻ വേഗം കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒറോട്ടിക്കുള്ള കറി മീൻ കറിയാണ്. അപ്പം മീൻ വന്നിട്ടില്ല. മീൻ ഈ ടൈമിലാണ് വരുത്ത് കേട്ടോ. അപ്പം ഞാൻ അത് തേങ്ങ അരച്ച് വെക്കാൻ കരുതി. അപ്പം മീൻ കിട്ടുന്നതിന് മുന്നേ നമ്മളിങ്ങനെ എല്ലാം ഒന്നിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മീൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴുകിയിട്ട് ഇട്ടാൽ മതിയല്ലോ. ആ രീതിക്ക് ഞാൻ തേങ്ങ എല്ലാം അരച്ച് പിന്നെ തക്കാളിയും പച്ചമുളകും എല്ലാം ചട്ടിയിലേക്ക് മുറിച്ചിട്ടിട്ട് ഞാൻ തേങ്ങ ഒന്ന് പതിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കലാണ്. പിന്നെ മീൻകറീൻ്റെ ഒന്നും റെസിപ്പീസ് കാണിക്കാത്ത വേറൊന്നുണ്ടല്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. പിന്നെ ഒറോട്ടിയും തേങ്ങ മീൻകറിയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇതേപോലെ രാവിലെ എല്ലാം കറിയെല്ലാം വേഗം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട. അതെല്ലാം കിച്ചണിലെല്ലാം നല്ലോണം ക്ലീനാക്കി ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിച്ചണിൽ പെരങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേഗം തന്നെ കറിയെല്ലാം ആക്കി വെക്കുന്നത്. പിന്നെ ഈ കറി ഉച്ചക്കത്തേക്കും മോന്തിക്കത്തേക്കും കൂടിയുള്ള കറിയും കൂടിയാണ്. ഒരടുപ്പത്ത് കറിയും വെച്ചിട്ടുണ്ട്, ഒരടുപ്പത്ത് ഞാനിതാ ഒറോട്ടിയും ഒന്ന് ചുട്ടെടുക്കലാണ് കേട്ടോ. പ്രസ്സിൽ പരത്തിയിട്ട് ചുട്ടെടുക്കൂലേ, ആ ഒറോട്ടിയാണ് ഇത്. കൈ പരത്തിയിട്ട് ചുട്ടെടുക്കുന്ന ഒറോട്ടിയുണ്ട്. അത് ഞാൻ ഇപ്പം വേഗം എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചുട്ടെടുക്കലാണ്. ഞാൻ ഒറോട്ടി ചുട്ടുകൊടുക്കുമ്പോൾ തന്നെ അയാനും എണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അയാൻ്റെ ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞ് ഓൻ്റെ ചെറിയൊരു ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഓൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓനതാ ഞാൻ ഒറോട്ടിക്ക് കുഴച്ചിട്ടുള്ള മാവിലിങ്ങനെ കളിച്ചുകൊണ്ടുണ്ട് കേട്ടോ. ചെറിയൊരു ബോൾസ് പോലെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്, അതിൽ കളിച്ചുകൊണ്ടുണ്ട്. ഇനിയിപ്പോൾ മീനെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അയില മീനാണ് വാങ്ങിയിട്ടുള്ളത്. അത് മുറിച്ച് നല്ല കഴുകിയിട്ട് 2-3 കഷ്ണം ഞാൻ കറിയിലിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി പൊരിക്കാൻ വേണ്ടിയിട്ടും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം മസാലയിലും സാധാരണ നമ്മൾ ഉപ്പും മുളക് മഞ്ഞളൊക്കെ ഇട്ടിട്ട് പെരക്കില്ല, അതേപോലെ പെരക്കിയിട്ട് ഞാൻ അപ്പം തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ അടുക്കളയെല്ലാം നീറ്റാക്കി ഇട്ടതിന് ശേഷം പൊരിക്കാൻ നിൽക്കേണ്ടതിൽ അടെല്ലാം ഇങ്ങനെ എണ്ണ തെറിക്കും. അപ്പോൾ പിന്നെയും നമ്മളത് തുടച്ചെടുക്കേണ്ടി വരും, സോപ്പന്നെ ഇട്ട് തുടച്ചെടുക്കേണ്ടി വരും. അപ്പം അത് രണ്ടാമത്തെ ഒരു പണിയെല്ലാം എഴുതിയിട്ട് ഞാൻ അപ്പം തന്നെ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കലാണ്. കറിയും ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നാസ്റ്റ് ആക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ അലക്കാൻ തുണിയെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം മീൻ പൊരിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ എന്താക്കില്ല, അവയെ അലക്കിയിട്ട് ആറിടലാണ്. കിച്ചണിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഹാളും ബെഡ്റൂമെല്ലാം ക്ലീൻ ആക്കാമെന്ന് കരുതി. കാരണം ഇന്ന് കുറച്ചധികം ക്ലീൻ ആക്കേണ്ടതുണ്ട്. അതിനെക്കൊണ്ട് കിച്ചണിൻ്റെ പണിയെല്ലാം ഫുള്ള് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ടേക്കെല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ കുറച്ച് പാത്രം കൂടി കഴുകി എടുക്കാനുണ്ട്. അതും കൂടി ഒന്ന് വേഗം ഒന്ന് കഴുകി എടുക്കലാണ്. ഇപ്പം മീൻ കറിയും മീൻ പൊരിച്ചതും എല്ലാം ആയിട്ടോ. ചോറ് പിന്നെ ഇന്നലത്തെ തന്നെ ഉണ്ടായിരുന്നു, അതിനെക്കൊണ്ട് ചോറ് വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതാ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് നീറ്റാക്കി ഇടുക. നമ്മൾ ഈ ഗ്യാസ് വെച്ച ഏരിയയും ഈ ഗ്യാസിൻ്റെ ഇതെല്ലാം ഒന്ന് എപ്പോഴും ഒന്ന് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി ഇതാ മെയിൻ കൗണ്ടർ ടോപ്പും കൂടി ഒന്ന് ക്ലീൻ ആക്കി ഇട്ടേക്കണ്ടെങ്കിൽ കിച്ചണിൽ പണി തീർന്നു കേട്ടോ. പിന്നെ ഈ കൗണ്ടർ ടോപ്പെല്ലാം നന്നായി സോപ്പ് ഇട്ടിട്ട് തന്നെ കഴുകുക.
പിന്നെ അതുമാത്രമല്ല നമ്മളിങ്ങനെ കഴുകിയിട്ട് വരുമ്പോൾ തന്നെ അവിടെ ചുമരിലൊക്കെ ഒട്ടിച്ച ടൈലില്ലേ അതും ഒപ്പരം ഒന്ന് തുടച്ചെടുത്തിട്ട് തന്നെ വരിക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിനായിട്ടൊരു ടൈം കണ്ടെത്തൊന്നും വേണ്ട, അത് ഇതിൻ്റെ ഇതിലെ തുടച്ചെടുത്ത് പോയാൽ മതിയല്ലോ. ഇനിയിപ്പം കിച്ചണെല്ലാം അത്യാവശ്യം പണിയെല്ലാം കഴിഞ്ഞ് ഇനി അടിച്ചേരി തുടക്കാനേ ഉള്ളൂ കേട്ടോ. ഇനി ഞാനിതാ ബെഡ്റൂമെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പോകലാണ്. പിന്നെ പെട്ടെന്ന് പണി തീരണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി ഒരു ടാസ്ക് പോലെ ചെയ്യാം കേട്ടോ. ഇത്ര ടൈമും കൊണ്ട് ഞാൻ ഇത്ര ജോലി ചെയ്ത് തീർക്കുന്നു നമ്മൾ ഇങ്ങനെ മനസ്സും കൊണ്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത്ര ടൈം കൊണ്ട് എല്ലാ ജോലിയും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മളെ ടൈം ഫുള്ള് പോകുന്നത് നമ്മൾ ഫോണിൽ കളിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പണിയെല്ലാം തീർത്തിട്ട് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. പിന്നെ എന്നും അടിച്ചു വാരി തുടക്കുന്ന ഒരു വീടാകുമ്പം നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരില്ല കേട്ടോ. നമ്മൾ എന്നും അടിച്ചു വാരി തുടക്കുമല്ലോ, ആ തുടക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ എല്ലാ ഏരിയയും ഒന്ന് തുടക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരില്ല. എനിക്കിപ്പം കുറേ ടൈമെല്ലാം ഉണ്ട്, എനിക്ക് ആരും സ്കൂളിൽ പോകാനോ ഒന്നുമില്ല കേട്ടോ. അപ്പം മെല്ലെ പണി തീർത്താലും മതി. പക്ഷെ മെല്ലെ പണി തീർക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു ഇടങ്ങാറായിരിക്കും കേട്ടോ. പണി തീർന്നിക്കില്ല എന്നുള്ള ഭയങ്കര ഒരു ചിന്തയായിരിക്കും. അപ്പം ഞാൻ എന്താക്കല വേഗം പണിയെടുത്ത് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇന്നലെ തിരുമ്പി വെച്ച കുറച്ച് പുതപ്പെല്ലാം ഉണ്ട്, അതെല്ലാം ഇന്നലെ തന്നെ മടക്കി വെച്ചിരിക്കുന്നു. പക്ഷെ ഞാൻ എടുത്ത് വെക്കാൻ മറന്നുപോയി. അപ്പോൾ അതെല്ലാം അതാത് സ്ഥാനത്തൊന്ന് എടുത്ത് വെക്കലാണ്. യൂസ് ആക്കാത്ത പുതപ്പ് തന്നെയാണ് കേട്ടോ. അതെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഒന്ന് അലക്കി വെക്കുക. എന്നിട്ട് ഈ ടേബിൾ നമ്മൾ യൂസ് ആക്കലില്ല കേട്ടോ. എന്നാലും എന്നും തുടച്ചിടുക, അല്ലെങ്കിൽ അതിലിങ്ങനെ പൊടി വന്നിട്ട് നിൽക്കും. അതിനെക്കൊണ്ട് അതെല്ലാം ഒന്ന് എന്നും തുടച്ചിടാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പോൾ ടൂത്ത് പിക്കിൻ്റെ ബോട്ടിലെല്ലാം ഒഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഞാനൊന്ന് ഫില്ല് ചെയ്തിട്ട് ടേബിളിൻ്റെ മേലെ തന്നെ വെക്കലാണ്. എം ടി ബോട്ടിലാകുമ്പോൾ കാണാനൊരു രസമില്ല കേട്ടോ. ഇങ്ങനെ ഫുള്ള് ഫില്ലെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ടേബിളിൻ്റെ മേലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു രസമാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കലാണ്. ഇനി എനിക്ക് മെയിനായിട്ട് ക്ലീനാക്കി എടുക്കേണ്ട ഒരു ഏരിയയാണ് ലിവിങ് ഏരിയ കേട്ടോ. അയാണ്ട് കുറേ കളിസാധനം വലിച്ച് വാരി ആടിയിടലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം ഞാനിതാ ഈ ഒരു മൂലക്കായിട്ടാണ് വെക്കൽ. അപ്പം അതെല്ലാം ആടൊന്ന് വെക്കലാണ്. ഇനിയിപ്പം ഈ സോഫേൻ്റെ വിരിപ്പെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നനഞ്ഞൊരു തുണി വെച്ചിട്ട് സോഫേൻ്റെ ആ കോർണർ ഏരിയയും ടീപ്പോയും എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ. ഒരു ദിവസം വിട്ടുപോയിക്കേണ്ടത് തന്നെ മനസ്സിന് ഭയങ്കര ഒരു ഇടങ്ങാറായിരിക്കും. ഇനിയിപ്പോൾ ഇതാ എല്ലാ ഏരിയയും ഒന്ന് അടിച്ചു വറ്റ് ഇടലാണ് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ തന്നെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഇതാ കിച്ചണിൽ അടിച്ചു വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അടിയെല്ലാം അടിച്ചു വരാൻ വേണ്ടിയിട്ട് നോക്കുക. എപ്പോഴും വേസ്റ്റ് ഉണ്ടാകുന്ന ഏരിയ ആയിരിക്കും കേട്ടോ ഫ്രിഡ്ജിൻ്റെ അടി. എനിക്ക് എപ്പോഴും വേസ്റ്റ് ഉണ്ടാവും. അയാൻ എന്തെങ്കിലുമെല്ലാം സാധനമെല്ലാം അവിടെ കൊണ്ടേ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ എപ്പോഴും വേസ്റ്റ് ഉണ്ടാകുന്നൊരു ഏരിയ ആണ്. ഇപ്പോൾ എല്ലാ ഏരിയയും തുടച്ചെടുക്കലും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ പ്രത്യേകിച്ച് പണിയും കാര്യവും ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ വാഷ് ബേസിൻ്റെ അവിടെ വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് പോലെ ഉണ്ട്. മണ്ണെല്ലാം ഇങ്ങനെ ഉണങ്ങിക്കിടക്കുന്ന പോലെ കേട്ടോ. അപ്പോൾ ഞാൻ താഴേക്ക് വെള്ളം എത്താത്ത രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കലാണ്. അതേപോലെ തന്നെ കിച്ചണിലെ 2 മണി പ്ലാന്റിൻ്റെ പോട്ടും കൂടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വെക്കുമ്പം 2-3 ലീഫ് മാത്രമേ അതിലുണ്ടായിരിക്കുള്ളൂ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം മാറ്റി കൊടുക്കുന്നതുകൊണ്ട് കുറേ ഇല ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ.
4-5 ദിവസമെല്ലാം ആകുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ വെള്ളം ഇങ്ങനെ മാറ്റി കൊടുക്കുക കേട്ടോ. ഈ വെള്ളം മാറ്റി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഇലേൻ്റെ വേരെല്ലാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക. പിന്നെ ആ പോട്ടും കൂടി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വേണം വെള്ളം നിറക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പം ഇതിൽ പെട്ടെന്ന് തന്നെ ഇലയൊക്കെ വരാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്കിതിൽ പെട്ടെന്ന് ഇലയെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.